അബ്രോഡ് MBBS കുറിച്ച് ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുമ്പത്തെ കാലത്തൊക്കെ പല കുട്ടികളും അബ്രോഡ് MBBS പഠിച്ചിട്ട് ചതിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഫീസിൻ്റെ കാര്യത്തിൽ, കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ പുറത്ത് പോയിട്ട് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒന്ന്, നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിന് NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണം. രണ്ടാമത്തത് WFMയുടെ അക്രഡിഷൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അത് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ മീഡിയം ഓഫ് സ്റ്റഡി ഇംഗ്ലീഷ് ആയിരിക്കണം. പഠിക്കുന്ന കോളേജിൽ ഓൺ ക്ലിനിക്ക് ഉണ്ടായിരിക്കണം, അതായത് അവിടെ തന്നെ പേഷ്യൻസ് ഉണ്ടായിരിക്കണം. പല ഏജൻസും നിങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഗേൾസിനൊക്കെ സേഫ്റ്റി, അവിടുത്തെ ലിവിങ് കോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മാത്രം അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് മാത്രം അബ്രോഡ് MBBS ചൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട്. ഓരോ കുട്ടികളുടെയും അവരുടെ റിക്വയർമെന്റ്, ബഡ്ജറ്റ്, പ്രൊഫൈലൊക്കെ അനുസരിച്ച് അവർക്ക് അനുയോജ്യമായ ഒരു കൺട്രി ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഡോക്യുമെന്റേഷൻ, ലോൺ സപ്പോർട്ട്, അക്കോമഡേഷൻ സപ്പോർട്ട്, എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യും.